ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി നമ്മളെ നാടൻ കോഴിനെ ഓടിച്ചു പിടിച്ച് കറി വെക്കാം. അപ്പോൾ ഫുൾ വീഡിയോ കണ്ടോളി. രാവിലെ തന്നെ റൂമിന്റെ താഴെയും മാമ എന്നോട് പറഞ്ഞു. അന്ന് എന്നോട് പറയുന്നുണ്ട്, മാമക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. എന്നോട് ഇടക്കിടക്കേ പറയും, നീ ഒരു നാടൻ കോഴിനെ പിടിച്ച് അറുത്തോ, കറി വെക്ക്, കഴിക്ക്, തടിയിലൊന്നും ഉഷാറാക്കുന്ന്. അപ്പം എപ്പൊ പറയുന്നല്ലേ മാമനെ വെറുപ്പിക്കണ്ടെന്ന് വെച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞു മാമനോട്, ഓക്കെ നമുക്കിന്ന് ഒന്നിനെ പിടിക്കാം. അങ്ങനെ ഞാനും മാമയും കൂടി രാവിലെ തന്നെ ഇറങ്ങി. അപ്പത്തേക്ക് കൂട് സാധനം ഇളക്കിയോണ്ട് പിടിക്കാൻ കുറച്ച് പണിയായിപ്പോയി. എന്താടാ നീ എന്നെ നോക്കുന്നത് എന്നെ പിടിക്കാൻ വേണ്ടിട്ടാ? നടക്കൂല മോനെ, ഇഞ്ഞു വേറെ നിന്നെ കുറച്ചേനും ഊഴിക്കട്ടെ. ഇഞ്ഞു വാ ഈ എന്നെ തൊടാൻ പറ്റുമോ നോക്ക്. ഇതുവാടാ കിട്ടതോക്കടാ. ഇങ്ങനെ നീ ഇന്ന് എന്നെ കറി വെക്കണ്ട മോനെ, നിനക്ക് കിട്ടൂല. ഇനി വാടാ. എന്താ നീ പേടിച്ചിട്ട് ഇങ്ങോട്ട് വാടാ. ഏ ഏ എടാ എന്തിനാടാ എന്നെ കറി വെക്കുന്നത്? എനിക്ക് വേറെ എന്ത് ബോയിലിറക്കുവാനെ കിട്ടും. പാവപ്പെട്ടാണിങ്ങനെ ഓടിച്ചു പിടിക്കണം. എനിക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടാ. എന്തെന്നാണ് ഇങ്ങനെ? ഇതൊന്നും ശരിയല്ലേ, ഇതൊന്നും നടക്കൂല മന്നി. ഇന്ന് ബാ, എനിക്ക് കിട്ടൂല, എന്നെ തൊടാൻ കിട്ടൂല എനിക്ക്. ഇനി എന്താ വിചാരിച്ചേ? എന്നെപ്പോലെ തിന്നിട്ടാളെ മൂലക്കിരിക്കുന്നതാ. ബാ മോനെ, പിടിക്കാൻ ബാടാ. ആവാൻ നോക്കടാ. ഏ നീ എന്താ പേടിച്ചിരിക്കണേ? എടാ ദുഷ്ടാ, നീ എന്നെ പിടിച്ചില്ലേ? നീ എന്നെ കറി വെക്കാൻ കൊണ്ട് പോയാനുള്ള. എന്നെ പറ്റി ഞാൻ എന്നെ പൊക്കി പറയുകയുള്ള. എൻ്റെ ഇറച്ചി അടിപൊളിയാണ്, അതിൻ്റെ ഹെൽത്തിന് അടിപൊളിയാവട്ടെ. നീ എന്നെ കഴിക്കൂ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത ജന്മത്തിൽ നമ്മൾ തമ്മിൽ കാണാതിരിക്കട്ടെ. അങ്ങനെ ഒടുവിലെ പോരാട്ടത്തിനിടയിൽ ഓടിച്ചോടിച്ചോടിച്ച് അവനെ ലാസ്റ്റ് പിടിച്ച്. എൻ്റെ മോനെ, അങ്ങോട്ടോടുമ്പോൾ ഇങ്ങോട്ടോടുമ്പോൾ അങ്ങോട്ട്. നാടൻ കോഴിനെ ഓടിച്ചു പിടിക്കാന്ന് പറയുന്നത് ചില്ലറ ടാസ്ക് അല്ല കേട്ടോ, ഭയങ്കര പണി തന്നെയാണ്. കഷ്ടപ്പെട്ട് ഓടിച്ച് പിടിച്ച് അറക്കുമ്പോഴത്തേക്കും ഒക്കെ ഒന്നുമില്ല, എക്സ്റേ എടുത്ത പോലെ കൊട്ട് മാത്രം കാണാൻ. ഇതാണ് നാടൻ കോഴിന്റെ അവസ്ഥ. ഇറച്ചി ഉണ്ടാവില്ല, പക്ഷെ ഹെൽത്തിന് അടിപൊളിയാണ്, സാധനം സെറ്റാണ്. എല്ലാ ദിവസവും ഇറച്ചി വാങ്ങാൻ നിർത്തി അവിടെ കൊണ്ടു കൊടുത്തു. അപ്പോൾ നല്ല വൃത്തി കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി സെറ്റാക്കി തന്നു. അതുകൊണ്ട് അറക്കലും പിടിക്കലൊന്നും പണിയുണ്ടായിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. പിടിച്ചാൽ മാത്രം പോയി, അറക്കല് തോലുരിക്കലെല്ലാം കുറച്ച് ടാസ്ക്കാണ്. ഇനിയാണ് നമ്മളെ കുക്കിങ്. എന്നാൽ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാം എന്ന് നോക്കിയാലോ. എന്നാൽ വായോടി, ആദ്യം കഴുകി വെച്ച ചിക്കൻ കുക്കറിലേക്ക് നമ്മൾ കുറച്ചായി ഇട്ട് കൊടുക്കുക. അതിനുശേഷം തക്കാളി, ടൊമാറ്റോ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, അത്ര കുറച്ച് ഐറ്റംസ് വേണം. നമ്മൾ ബാച്ചിലേഴ്സ് ഉണ്ടാക്കുമ്പം എളുപ്പത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. ആദ്യം കുറച്ച് മുളക് പൊടി അങ്ങ് വെതറി കൊടുക്കാൻ, ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാൻ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം കുറച്ച് കുരുമുളക് അങ്ങ് ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇറച്ചി മസാല അങ്ങ് വിതറി കൊടുക്കാൻ. അതിനുശേഷം കുറച്ച് നമ്മളെ ഫേവറേറ്റ് മസാല, മറ്റേ മസാലപ്പൊടിയെല്ലാം പൊടിച്ചിട്ടെല്ലാം ഉണ്ടാക്കുന്ന സാധനമില്ലേ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിനുശേഷം വെളിച്ചെണ്ണയുടെ കട്ട പിടിച്ചത്, തണുപ്പായതുകൊണ്ട് വരുന്നില്ല. വെളിച്ചെണ്ണ കട്ട പിടിച്ചത്, ആവശ്യത്തിന് വെളിച്ചെണ്ണയെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഉപ്പിടാൻ മറന്നുപോയി, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാൻ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുഴച്ചെടുക്കുക. കുറച്ച് വെള്ളം ചേർത്തിട്ട്, ഓവർ വെള്ളം ഇടണ്ട, കുറച്ച് മതി വെള്ളം. എല്ലാം സെറ്റാക്കി പിന്നെ ലാസ്റ്റ് ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞാൽ സംഭവം സെറ്റ്. ആദ്യത്തെ വിസിൽ തീ അങ്ങ് ഫുള്ള് കൂട്ടി വെക്കാൻ. അതിനുശേഷം പിന്നെ ഒരു മീഡിയത്തിൽ ലോയിൽ കുറച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ. നാടൻ കോഴി ആയതുകൊണ്ട് വേവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ നോക്കിക്കണ്ട് ചെയ്താൽ മതി. ബ്രോയിലർ ആണെങ്കിൽ നാളൊന്നും പോയിക്കില്ല, അപ്പിച്ചായി പോവും. അപ്പം ഇത്രയും പണിയില്ല. പിന്നെ കുറച്ച് മല്ലിച്ചപ്പൽ ഇട്ട് സെറ്റായി കഴിഞ്ഞാൽ വേറെ ലെവലാണ്. സ്മെല്ലിങ്ങനെ അടിക്കുമില്ലേ. നോമ്പായിപ്പോയി, നോമ്പൂർക്ക് നേരെ കാത്തു നിൽക്കണ്ടേ. എന്താ കറിയില്ലേ, ആരും ഇത്ര നാളെ കറിയെല്ലാം ആക്കാം. അപ്പോൾ ഇത്രയും പണിയുള്ളൂ, ഇത്രയും സംഭവമുള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ.